Good morning, students. We are discussing about profitability ratio based on investment, and in last day we discussed about return on investment. Today we are going to discuss return on shareholders fund. Return on shareholders fund means this is a ratio which measures the profitability from the shareholders point of view. It is the ratio of net profit to shareholders fund or net worth. And this ratio is also called mother of all ratios because it measures the return that is earned on the owner's capital. അപ്പോൾ ഒരു ഷെയർ ഹോൾഡർ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി എന്താണോ അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് റേഷ്യോ യൂസ് ചെയ്യുന്നത്, റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നുള്ള റേഷ്യോ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടും അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ റേഷ്യോയിൽ മെഷർ ചെയ്യുന്നത്. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സും അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇക്വിറ്റി ഷെയർസ് വരും, അല്ലേ, പ്രിഫറൻസ് ഷെയർ വരും, അതുപോലെ തന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഇതെല്ലാം കൂടി ചേർന്നാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അഥവാ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. ഈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. അതുപോലെ ഇതിന് മറ്റൊരു പേര് പറയപ്പെടുന്നത് മദർ ഓഫ് ഓൾ റേഷ്യോസ് എന്നാണ്. കാരണം എന്താ വെച്ചാൽ ഇറ്റ് മെഷേഴ്സ് ദ റിട്ടേൺ ദാറ്റ് ഈസ് ഏൺഡ് ഓൺ ദി ഓണേഴ്സ് ക്യാപിറ്റൽ. ഓണേഴ്സ് ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള റിട്ടേൺ എന്താണെന്ന് മെഷർ ചെയ്യുന്ന ഒരു റേഷ്യോ ആണ്. ഓക്കെ, മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ കൂടിയാണ് ഇത്തരത്തിലുള്ള ഓണേഴ്സ് ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള റിട്ടേൺ മെഷർ ചെയ്യുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട റേഷ്യോ കൂടിയാണ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന നോക്കാം. റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ നെറ്റ് വർത്ത് ഇൻറ്റു 100. അപ്പോൾ നെറ്റ് പ്രോഫിറ്റും ഷെയർ ഹോൾഡേഴ്സും ഫണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. സോ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഓക്കെ, അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് നിങ്ങൾക്കറിയാലോ, നെറ്റ് പ്രോഫിറ്റിൽ നിന്നും എന്തുകൂടി ഡിഡക്റ്റ് ചെയ്യുക, ഇൻട്രസ്റ്റും ടാക്സും കൂടി ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റ്. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ അഥവാ നെറ്റ് വർത്ത് എന്നും പറയും. അത് എന്താണ്? ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ ഓൾ റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടുള്ള എല്ലാ റിസർവ്സ് ആൻഡ് സർപ്ലസും ഇതിൽ വരും, ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരും. ഓക്കെ, അപ്പം അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഈ പറയുന്ന റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് അക്യുമുലേറ്റഡ് ലോസസും അതുപോലെ തന്നെ ഫിക്റ്റീഷ്യസ് അസറ്റ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്തിരിക്കണം. അത് ഇതിൻ്റെ പാർട്ടാകാൻ പാടില്ല. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നിന്നും അത് ഡിഡക്റ്റ് ചെയ്യണം. റിസർവ്സ് ആൻഡ് സർപ്ലസ് ഒക്കെ ആഡ് ചെയ്യുന്നു പറഞ്ഞു, പക്ഷേ അതിൽ നിന്ന് അക്യുമുലേറ്റഡ് ലോസസും ഫിക്റ്റീഷ്യസ് അസറ്റ്സും ഡിഡക്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കാൽക്കുലേറ്റ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കാം. ക്വസ്റ്റ്യനിൽ എന്താണ്, ഇക്വിറ്റി ഷെയർസ് തന്നിട്ടുണ്ട്, പ്രിഫറൻസ് ഷെയർസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റിസർവ്സ് തന്നിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കറിയാം റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 26,000. ഇനി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് ഏതൊക്കെ ഇൻക്ലൂഡഡ് ആണ്? പ്രിഫറൻസ് ഷെയർസും ഇക്വിറ്റി ഷെയർസും അതുപോലെ തന്നെ സർപ്ലസും അതുപോലെ റിസർവ്സും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ 75,000 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും 50,000 പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും 24,000 റിസർവ്സും അതുപോലെ തന്നെ 26,000 സർപ്ലസ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ്. ഇത്രയും നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് എന്ത്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഇത്രയാണ് 1,75,000 ആണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. നെറ്റ് പ്രോഫിറ്റ് 26,000. അപ്പോൾ എങ്ങനെയാണ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കാണുക? 26,000 ഡിവൈഡഡ് ബൈ 1,75,000. നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100.
ദാറ്റ് ഈസ് ഈക്വൽ ടു 15% അപ്രോക്സിമേറ്റ്ലി. എന്ന് വെച്ചാൽ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് 15 പൈസ പെർ റുപ്പി. 1 രൂപയ്ക്ക് ഷെയർ ഹോൾഡർക്കുള്ള റിട്ടേൺ എന്ന് പറയുന്നത്, 1 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഷെയർ ഹോൾഡർക്കുള്ള അയാളുടെ ഫണ്ടിൻ്റെ മുകളിലുള്ള റിട്ടേൺ എന്ന് പറയുന്നത് എത്രയാണ്? 15 പൈസയാണെന്നാണ് ഈ ഒരു റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഈ ഒരു റേഷ്യോ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ എത്ര ഇഫക്റ്റീവായിട്ടാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട്സ് കമ്പനി യൂട്ടിലൈസ് ചെയ്യുന്നത്. ഹൗ ഇഫക്റ്റീവ്ലി ദ കമ്പനി യൂട്ടിലൈസസ് ദ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ്സ് നോർമലി ആക്ട് ആസ് ആൻ ഇൻഡെക്സ് വെദർ ദി ഓണേഴ്സ് ആർ ഗെറ്റിംഗ് എ സാറ്റിസ്ഫാക്ടറി റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഫണ്ടിൻ്റെ മുകളിൽ കൃത്യമായിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടുന്നുണ്ടോ എന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡെക്സ് ആയിട്ട് നമുക്ക് ഈ ഒരു റേഷ്യോ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. ഓക്കെ, നമുക്കറിയാം ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുമ്പം ഏറ്റവും പ്രൈം ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റലാണ് അല്ലേ. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ദേ ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദി കമ്പനി. എന്ന് വെച്ചാൽ എല്ലാ റിസ്ക്കും എടുത്തുകൊണ്ട് കമ്പനിയുടെ എല്ലാ റിസ്ക്കും ഏറ്റെടുക്കുന്നത് ആരാണ്? എപ്പോഴും ലോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സഫർ ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ബാക്കിയുള്ള എല്ലാ ക്ലെയിംസും, ഔട്ട്സൈഡ് ക്ലെയിംസും അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെയൊക്കെ പിരിച്ചുവിട്ട് കഴിഞ്ഞ് ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് അത് ആർക്ക് അവകാശപ്പെട്ടതാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടാണ്. ദേ ആർ എൻറ്റൈറ്റിൽഡ് ടു ഓൾ ദി പ്രോഫിറ്റ്സ് റിമൈനിങ് ആഫ്റ്റർ മീറ്റിംഗ് all the claims of outsiders and preference shareholders. So, the profitability of a company from the equity shareholders' point of view can be assessed in terms of return to equity shareholders. Okay, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലേ. അത് ഒരു ഷെയർ ഹോൾഡറുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ, അപ്പോൾ ഷെയർ ഹോൾഡർ എന്ന് പറയുമ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ആവാം, ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആവാം. പക്ഷേ ഇവിടെ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ എങ്ങനെ മെഷർ ചെയ്യാം എന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. അതായത് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിൻ്റെ മുകളിൽ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ എത്രത്തോളം അവർക്ക് റിട്ടേൺ ഉണ്ട്. ഓക്കെ, അപ്പം എന്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും മെഷർ ചെയ്യുന്നത്? നെറ്റ് പ്രോഫിറ്റും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇതിൽ മെഷർ ചെയ്യുന്നത്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റലിൽ മെഷർ ചെയ്യുന്നത്. മെഷേഴ്സ് ദ ഓർ എക്സ്പ്രസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് മാത്രമല്ല ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് കൂടി കൊടുത്തു കഴിഞ്ഞുള്ള നെറ്റ് പ്രോഫിറ്റും ആണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. അപ്പം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് കൂടി കൊടുത്തതിന് ശേഷമുള്ളതാണ് അല്ലേ. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100. അതാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ കാണാനുള്ള ഇക്വേഷൻ. ക്ലിയർ? അപ്പം നേരത്തെ ഇതേ ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. അതിൽ നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് തന്നിട്ടുള്ളത് അല്ലേ. 26,000 എന്ന് പറയുന്നത് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിഡക്ട് ചെയ്തിട്ടില്ല. അപ്പം റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ കാണാനുള്ള ഇക്വേഷൻ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എമൗണ്ട് ആണ് 26,000. അതിൽ നിന്നും പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിഡക്ട് ചെയ്യണം. ഇപ്പോൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 50,000 ആണ്. 10% പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ 50,000ൻ്റെ 10% പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കേണ്ടതുണ്ട്. ദാറ്റ് ഈസ് 5,000. അങ്ങനെയാണെങ്കിൽ 26,000ൽ നിന്നും എന്തുകൂടി ഡിഡക്ട് ചെയ്യണം? ഈ 5,000 പ്രിഫറൻസ് ഡിവിഡൻഡ് കൂടി ഡിഡക്ട് ചെയ്യണം. അപ്പോൾ എത്ര വരും? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് 21,000 വരും. ഇനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള ഫണ്ട്സ് അല്ലെങ്കിൽ അവർക്ക് അവകാശപ്പെട്ട ഫണ്ട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 75,000 പ്ലസ് സർപ്ലസ് 24,000. ഇനി സർപ്ലസ് അല്ല, റിസർവ്സ് 24,000. സർപ്ലസ് എത്രയേ ഉള്ളൂ? 21,000 ഉള്ളൂ. 26,000 സർപ്ലസ് ഉണ്ടായിരുന്നതിൽ നിന്നും
പ്രിഫറൻസ് ഡിവിഡൻറ്റ് പോയി, ബാലൻസ് എത്രയേ ഉള്ളൂ? 21,000 ഉള്ളൂ. ഓക്കെ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 75,000, റിസർവ് 24,000 ആൻഡ് സർപ്ലസ് 21,000, ടോട്ടൽ 1,20,000. ഓക്കെ, ഇനി എങ്ങനെയാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ കാണുക? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻറ്റ് എത്രയാണ്? 21,000 ആണ്. 21,000 ഡിവൈഡഡ് ബൈ 1,20,000 ഇൻറ്റു 100 ദാറ്റ് ഈക്വൽസ് 17.5%. ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ₹1 ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ മുകളിൽ ദേ ഹാവ് എ റിട്ടേൺ ഓഫ് 17.5. ഓക്കെ, ₹1 മേലിൽ 17.5 പൈസ റിട്ടേൺ ഉണ്ട് എന്നർത്ഥം. ഓക്കെ.